അപകടത്തെ തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി മേൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇതാണ് വാർത്ത. മനസ്സിലായോ? അതേസമയത്ത് അടുത്ത വാർത്ത പറഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം. അടുത്ത വാർത്ത എന്ന് പറഞ്ഞാൽ വാഹനാപകടത്തിൽ മരിച്ചു. രണ്ട് ശാന്തി ന്യൂസ് തന്നെയുള്ള തിരുവനന്തപുരം ഇന്ന് രാവിലെ ചിറയൻകീഴ് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ കോലിയക്കോട് മൺവിളമുകൾ ഗുരുസന്തോഷത്തിൽ പ്രഭാത് കുമാർ ബി 52 മരണപ്പെട്ടു. ശാന്തിഗിരി ആയുർവേദ സിദ്ധവൈദ്യശാലയിലെ കർമ്മചാരിയാണ്. കഴിഞ്ഞ ദിവസം ദിവംഗതനായ കടയ്ക്കാവൂർ കരുണപുഷ്പത്തിൽ കെ രാജേന്ദ്രന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോവുകയാണ് അപകടമുണ്ടായത്. ദിവംഗതനായ ബാലകൃഷ്ണൻ നായരുടെയും ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും മകനാണ്. ഭാര്യ ദിവംഗതയായ സിനിമോൾ PK. വിദ്യാർത്ഥികളായ ഗുരുവത്സൻ PS, മംഗളം PS എന്നിവരാണ് മക്കൾ. പ്രാർത്ഥനാ ചടങ്ങുകൾ രാവിലെ 10:30 ആരംഭിക്കും. സംസ്കാര ചടങ്ങുകൾ പാലോട്ടുകോണത്ത്. മനസ്സിലായോ? ഇത് തമ്മിലുള്ളൊരു വ്യത്യാസവും. ഇതിൽ ഇദ്ദേഹം എവിടെ പോയതാണെന്ന് കൊടുത്തിട്ടുണ്ട്, ഇദ്ദേഹം കർമ്മചാരിയാണെന്നെല്ലാം കൊടുത്തിട്ടുണ്ട്, ആശ്രമവിശ്വാസിയാണെന്നൊക്കെ ഇത് മനസ്സിലാവും നമുക്ക്. പക്ഷെ ഈ ന്യൂസിലെന്ന് പറഞ്ഞാൽ ഈ വീട്ടമ്മയായ പെൺകുട്ടി രണ്ടുപേരും എനിക്ക് എന്നുവെച്ചാൽ ഈ പെൺകുട്ടിയെ പരിചയമുള്ളതാണ്. മറ്റേ പ്രഭാവന ചെറുപ്പം തൊട്ട് എനിക്ക് പരിചയമുള്ളതാണ്, ഭയങ്കര വലിയ ആത്മബന്ധമുള്ളതാണ്. പക്ഷെ ഈ രണ്ട് ന്യൂസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ എവിടെ പോയപ്പോഴാണെന്നില്ല, മറ്റത് എവിടെ പോയപ്പോഴാണ്, എന്ത് സംഭവിച്ചപ്പോഴാണ്, എന്തിനു വേണ്ടി പോയാണ്, എല്ലാം ഉണ്ട്. ഈ പെൺകുട്ടി എവിടെ പോയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് അറിയിപ്പെന്നും പറഞ്ഞ് ശാന്തിഗിരി കേരളത്തിലെ ലോകത്തെ എല്ലാ സ്ഥലത്തും ഏരിയ പ്രാർത്ഥന മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഈ തിരുവനന്തപുരം റൂറൽ ഏരിയയിൽ പ്രാർത്ഥന നടത്താൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പൊ ഈ പ്രാർത്ഥന തുടങ്ങുന്ന ദിവസം ഈ പ്രാർത്ഥനയുടെ അജണ്ടയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഗുരുവിന്റെ ജന്മഗൃഹ സമുച്ചയം വരാൻ വേണ്ടി പ്രത്യേക പ്രാർത്ഥന എല്ലാ സ്ഥലങ്ങളിലും നടക്കി. ഗുരുവിന്റെ ജന്മഗൃഹ സമുച്ചയം വരാൻ വേണ്ടി 100 കോടിയുടെ പ്രോജക്റ്റാണ്. അപ്പൊ ആ പ്രോജക്റ്റ് വരുന്നത് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 2019 ജന്മഗൃഹ പൊളിച്ചിട്ടാണ് സമുച്ചയം പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഗുരു ജനിച്ച വീട്, ഗുരു അതേപോലെ നിലനിർത്തണമെന്ന് പറഞ്ഞ വീട്, ഗുരു നിലനിർത്തണമെന്ന് പറഞ്ഞ പർണശാല പൊളിച്ചതുപോലെയും പൊളിപ്പിച്ചതുപോലെയും പരമ്പരക്കൊരു ശാപമാവുന്ന രീതിയിൽ. എന്നുവെച്ചാൽ ഇവരാരും അല്ല ചെയ്യുന്നത്, ഇവരെ